ഇങ്ങോട്ട് തിരിഞ്ഞ്. എന്താ ഇങ്ങോട്ട് തിരിഞ്ഞൊരു കാര്യം കാര്യം പറഞ്ഞാൽ മതി. ചെവി കൊണ്ട് കേട്ടാ പോരെ. അങ്ങനെ പറഞ്ഞാ പോരെ. ഇങ്ങോട്ട് തിരി. ഇടി ചെവി കൊണ്ട് കേക്കാന്ന്. മുഖത്ത് നോക്കാത്ത കാര്യം പറയണ. മുഖത്ത് എന്തിനാ നോക്കണത്? ഇത്ര രാവിലെ വരെ നോക്കിയിരിക്കല്ലേ ഈ മുഖം. ഇനി എന്തോന്ന് നോക്കാൻ? നീ നിങ്ങൾക്ക് ആകെ ഒരു നിരാശയാണ്. ഇങ്ങോട്ട് തിരിയാ. ചുമ്മാ ഇരുതാങ്ക. ഇത് എന്തോ കഷ്ടമാണ്. എനിക്ക് ഉറങ്ങുമ്പോ ശല്യം ചെയ്യണ ഇഷ്ടമല്ലെന്നേ. നീ പറഞ്ഞു കേക്കാം. ഞാനൊരു ബിസിനസ് ചെയ്താലോ ക്ലീറ്റോ? ഈ രാത്രിയില? രാത്രിയിലല്ല. നിനക്ക് എന്ത് ക്ലീറ്റോ? സീരിയസ് ആയിട്ട് പറയാണ്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കണം. ഇപ്പൊ നീ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഉണ്ടല്ലോ, അത് പോരെ? തയ്യലല്ലേ? ആ, ഒരു മനുഷ്യൻ തയ്ക്കാൻ തന്നില്ല. അത് നിന്റെ തയ്യലിന്റെ ഗുണം കൊണ്ട്. അത് തന്നെ ക്ലീറ്റോ. എനിക്ക് വയ്യ. മെഷീൻ ചവിട്ടി കാലിന്റെ ഒരു കാലിന്റെ കാര്യം പോക്കായി. മറ്റേ ഇലക്ട്രിക്കൽ സാധനം വാങ്ങിക്കാം. വേണ്ട. എന്നാലും പെടലി വേദന ഉണ്ടെന്ന്. എങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ വേദന വരും. തയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ട്. ഞാനേ ഇതൊന്നും ബുദ്ധിമുട്ടില്ലാത്ത വേറൊരു സംഗതി ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഒരു മാസികയിൽ കണ്ടതാ. കേറ്ററിങ്. എന്ത് കേറ്ററിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല്. കേറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കൊക്കെ കൊള്ളാം, പക്ഷെ അതിന്റെ അർത്ഥം അറിയാമോ എന്താന്ന്? എനിക്കറിയാം. എടി, നീ വിചാരിക്കുമ്പോൾ നിസ്സാര കാര്യമൊന്നുമല്ല അത്. അതൊക്കെ അതിൻ്റെതായ പണിയുണ്ട്. നമ്മൾ വീട്ടിൽ 3 പേർക്ക് ഉണ്ടാക്കും പോലെ അല്ല. അതൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കല്യാണം അതൊന്നുമല്ല. പിന്നെ നമ്മുടെ ചെറിയ ഹോട്ടലില്ലേ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഹോട്ടല്, അങ്ങോട്ട് രാവിലത്തെ പലഹാരങ്ങൾ മാത്രം. അപ്പം, ദോശ, ഇഡലി, ഇടിയപ്പം, പുട്ട്, അങ്ങനെ. എന്നെ പോലെ ഒരു പ്രമുഖന്റെ ഭാര്യ ഹോട്ടലില് തള്ളി ഞാൻ താഴ്ത്തോട്ടുണ്ട്. പ്രമുഖന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്താ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കുവോ? ഇല്ല, അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കൊണ്ട് കൊടുക്കണമെങ്കിൽ കൊണ്ട് കൊടുക്കാം. ആ പരിപാടിയൊന്നും വേണ്ട. വേണമെങ്കിൽ വന്നെടുക്കണ പൊട്ടേഷൻ മതി. കൊണ്ടു കൊടുക്കലൊന്നും വേണ്ട. അപ്പൊ ഞാൻ ചെയ്തോട്ടെ? ചെയ്യണേന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പം തങ്കം ഭയങ്കര റിസ്ക് ആണത്. ഒരു റിസ്കും ഇല്ല. ഒരു മാസത്തെ സാധനങ്ങൾ ഒരുമിച്ച് അങ്ങ് മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കണ്ടല്ലോ. അപ്പൊ തന്നെ പൊളിഞ്ഞു ബിസിനസ്. എന്ത് എടേ, ഒരു മാസത്തെ സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അതിൽ പലതും പൂത്തു പോകും. ഈ പൂത്ത സാധനം ഇട്ട് നീ പലഹാരം ഉണ്ടാക്കി കടയിൽ കൊണ്ടു കൊടുത്താൽ അത് പൂപ്പലേ വയ്ക്കും. പിന്നെ അത് പരാതിയാവും. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അതൊക്കെ മണ്ടത്തരമാണ്. അത് വേണ്ട. പിന്നെന്ത് ചെയ്യും? നീ എന്തെങ്കിലും ചെയ്തോ, എന്നെ ഒന്നിനും വിളിക്കരുത്. ഞാൻ ഒന്നിനുമില്ല. നീ പൈസ ഉണ്ടാക്കുകയോ ലാഭം ഉണ്ടാക്കുകയോ എന്ത് വേണോ ചെയ്തോ, ഞാനൊന്നിനുമില്ല. അതിന് ആദ്യം ഒരു 5000 രൂപ വേണം ക്ലീറ്റോ. അതാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ ഒന്നിനും ഇല്ല. ലാഭം കിട്ടുമ്പോൾ വരരുത്. എനിക്ക് വേണ്ട. എനിക്ക് ഈ കച്ചവടത്തിലുള്ള ലാഭം വേണ്ട. 422ാമത്തെ ബിസിനസ്. എത്രയാണ് ഉദ്ദേശിക്കുന്നത്? എടാ, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി അരിപ്പൊടി, ഇച്ചിരി മൈദ, ഇച്ചിരി റവ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ വേണ്ടുള്ളല്ലോ. ഇത് വാങ്ങാനുള്ള കെൽപ്പുള്ളവരൊന്നും അവിടെ ഇല്ലേ? തകളിക്ക് കാപ്പി ഉണ്ടാക്കണം. എന്ത് ഇച്ചിരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇച്ചിരി അല്ല, ഇച്ചിരി അധികം വേണം. എന്ന് പറയുമ്പോ എടാ, ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കി ഒരു ചായക്കടയിലേക്ക് കൊടുക്കാനല്ലേ, ഹോട്ടലിലേക്ക്. അപ്പൊ ഇച്ചിരി മതിയാ? ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി റവ, ഇച്ചിരി മതിയോ? പോരല്ലോ? 10 പേർക്ക് പോരല്ലോ? 10-20 പേർക്ക് വേണ്ടേ? അല്ല, അതിൽ കൂടുതൽ വേണ്ടേ? അവർ ഓർഡർ തരുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കണ്ടേ? അതിന് ഇത് മതിയോ? പോരല്ലോ? എൻ്റെ പൈസ ഇല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇത് ഞാൻ എപ്പോഴും പറയണ പോലെ അല്ല. എൻ്റെ കയ്യിൽ കാശില്ല അവനത് കൊണ്ട് കളയാനായിട്ട്. അയ്യോ, ക്ലീറ്റോ ഇല്ലല്ലോ ഇതിനകത്ത്. അത് നീ പറഞ്ഞില്ലേ? എടാ, ഇത് ക്ലീറ്റോ ഒട്ടും ഇല്ല ഇതിനകത്ത്. ഇത് ഞാൻ മാത്രമേ ഉള്ളൂ ഇതില്. അവന്റെ പ്ലാനല്ലേ ഇത്? നീ ഒന്നും പറഞ്ഞില്ലായിരുന്നു അപ്പോ. എടാ, ഇത് പ്ലാൻ എന്ന് പറഞ്ഞാല് എനിക്കൊരു ബുക്ക് കിട്ടിയല്ലോ. ആ ബുക്കിലുണ്ടായിരുന്നതാണ് സ്വയം തൊഴിലിനെ പറ്റി. ഞാൻ തന്നെ മറ്റേ അപ്സര ഹോട്ടലിന്റെ നമ്പറൊക്കെ തപ്പി പിടിച്ചെടുത്ത് ഞാൻ തന്നെ അവരെ വിളിച്ച് റെഡിയാക്കിയതല്ലേ. അതല്ലേ എനിക്കിത്ര ഉറപ്പ്. അപ്പോഴോ തുടങ്ങി നീ വിചാരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെയുള്ള ബിസിനസ്സുകാരൊക്കെ നമ്മളിപ്പോ 1 കിലോ അരിപ്പൊടി മേടിക്കുമ്പോൾ ഒരു 40 രൂപയെന്ന് വെച്ചോ. പക്ഷെ നമുക്കിത് 20 രൂപയ്ക്ക് കിട്ടും. അല്ല, നമ്മള് മറ്റേ ഹോൾസെയിൽ കടക്കാരുടെ അടുത്തുനിന്ന് എടുക്കാലോ.
കൂടി വന്ന ഒരു 5000 ഒന്നും ആവൂല, 5000 രൂപ, അതിനുള്ളിൽ കാര്യം നടക്കും. 5000 രൂപ ആവുള്ളൂ. ആ എടാ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലേ, ഇല്ല അങ്ങനെ പറയല്ലേ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആദ്യത്തെ കച്ചവടം കഴിയുമ്പോൾ തന്നെ ഞാൻ നിനക്ക് പകുതി പൈസ തരും. 2500 രൂപ നിന്റെ ഈ കയ്യിൽ കൊണ്ടുവന്ന് തരും. ഇവിടെ തരും. അടുത്ത പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അപ്പൊ തന്നെ ലാഭമായി കഴിഞ്ഞു. എന്തിനാടാ ഞാൻ ഭയങ്കര ബിസിനസ് ആണല്ലേ ഇത്. പോകണ്ടാണ് എന്റെ പൈസ ഒന്നും ആവശ്യമില്ല. തയ്യലൊക്കെ കുറവായിട്ടാ. സമ്മതിക്കടാ, കുറച്ച് പൈസ എനിക്കാണെങ്കിൽ തന്നെ കാലില്ലേ ഭയങ്കര വേദന. മിഷൻ ചവിട്ടാൻ പാടില്ലടാ, നീര് വന്ന് വീർക്കും. ഒരു ഗുരുവില്ലല്ലോ കാലിന്. അത് കുറച്ച് കഴിയുമ്പോ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. എനിക്കാണ്ട് മുട്ടെടുക്കാൻ വയ്യ. പോസ്റ്റ് എടുത്ത് മേളിൽ കയറുമ്പോൾ കാലെന്ത് വേണമെന്ന് അറിയാമോ? ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയുമ്പോൾ ഇങ്ങോട്ട് 10 കാര്യം പറയല്ല വേണ്ടത്. സമ്മതിക്കേട്ടാ. ഇതിനാടാ തയ്ക്കാൻ പാടില്ലാത്തോണ്ടല്ലേടാ, പട്ടിണിയായി പോവും. സമ്മതിച്ചാ? അയ്യടാ, അവനകത്തരുത്. അവനകത്തുണ്ടെന്ന ഇതിന്റെ കാലൊരു കുഴപ്പമില്ലടി. കുറച്ച് കഴിയുമ്പോഴല്ലേ വരുള്ളൂ. ഇതെങ്ങനെ ചെയ്തെങ്ങനെ രക്ഷപ്പെട്ടാ ചിലപ്പോ രക്ഷപ്പെടും. ചിലപ്പോ രക്ഷപ്പെട്ടാൽ ഇപ്പൊ ഏത് നേരം ഇവിടെയാ? അതെന്തായാലും തന്നായി. തങ്കം, ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും സംസാരമായിരുന്നു. ഈ തങ്കം കാറ്ററിംഗ് ആണ്. ചെറിയ സംഗതിയല്ലേ, വലുതൊന്നുമല്ലല്ലോ. എടേ, നീ മറിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് മറിക്കാനാണ് നീ പറയണത്? എൻ്റെ ആളിയാ പാർട്ടി ഫണ്ടിൽ പൈസ ഇല്ലല്ലേ, അതിനകത്തൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത താളിയാ. എനിക്ക് വെറും ഒരുമാതിരി കളിയാക്കല്ലേ. പാർട്ടി ഫണ്ടാ പിന്നല്ലാതെ. നമ്മൾ 4-3-7 പേരുള്ള പാർട്ടിയിൽ എവിടെയാണ് ഫണ്ട് ഇരിക്കുന്നത്? നമ്മൾ ഓരോ ആവശ്യം വരുമ്പോൾ എന്താണ് ചെയ്യണത്? ബക്കറ്റ് എടുക്കും, പിരിക്കാൻ ഇറങ്ങും. ഇതിപ്പോൾ നിന്റെ ആവശ്യം എന്തിനാണ്? എൻ്റെ അളിയ മാമ സൂല്ലാന്ന് ആശുപത്രി കിടക്കുന്നത്. അത്രേ ഉള്ളൂ. അതിന് നമുക്കൊരു ബക്കറ്റായിട്ടങ്ങ് ഇറങ്ങാം, എടുക്കട്ടാ. അതിലും ഭേദം മാമ അവിടെ കിടന്ന് ചാവുന്നതാണ് നല്ലത്. നീ എന്തോ ഒരാളെ കളിയാക്കുന്ന. അല്ല, തങ്കം ചേച്ചിയോട് ചോദിച്ചാൽ കിട്ടത്തില്ലേ? ചെന്ന് ചോദിച്ചാൽ ഇപ്പം കിട്ടും അവളെ വായിരിക്കണത്. അതൊന്നും നടക്കൂല. ഇപ്പം എന്ത് ചെയ്യാൻ? ഞാൻ നോക്കിയിട്ട് വഴിയൊന്നും കാണാനില്ലളിയാ. എൻ്റെ ആളെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ അളിയാ. എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ്. ഞാൻ നിൻ്റെ അടുത്തല്ല വേറെ ആരടുത്ത് പോയി ചോദിക്കും? എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ മേലെ ആകാതെ താഴെ ഭൂമി ബക്കറ്റ് എടുക്കാതെ. നൗഷാദാ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. എൻ്റെ തങ്കത്തിൻ്റെ അവിടെ ഒരു പലഹാരത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിന് അഡ്വാൻസ് കൊടുക്കണമായിരുന്നു. എന്ത് പലഹാരം ഉണ്ടാക്കാൻ? പലഹാരം നമ്മുടെ ഹോട്ടലിലേക്ക് പലഹാരം ഉണ്ടാക്കാം. പലഹാരം ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ വരെ കൊണ്ട് കൊടുക്കണ്ടേ? കുഴപ്പമില്ല, ഞാൻ കൊടുക്കാം. ഹോട്ടലിലാണെങ്കിൽ ആരുമില്ല, ഇപ്പം ഞാനൊക്കെ പോവാം. ആയിക്കോട്ടെ. ഇത് ഫ്രണ്ട്സ് ആയിരിക്കും. ശരി. ആളിയാ ഈ പൈസ എങ്കിൽ താളിയാ. പോടായിരുന്നു. അല്ലെ ഈ പൈസ എങ്കിൽ താളിയാ. ഉമ്മയില്ലേ, അത് ശരിയാവൂല. ആളിയാ അത് പറയല്ലേ അളിയാ. നീ ഇത് അവൾക്ക് സാധനമൊക്കെ മേടിക്കാനുള്ളതാണ്. അങ്ങനെ തമാശ കളിച്ചാൽ നടക്കൂല. ആളെ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണോളെ. ഞാൻ നിനക്ക് എന്തെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടളിയാ. എനിക്കൊരാവശ്യം വന്നപ്പോൾ എനിക്ക് ഇപ്പോൾ ആരുമില്ല. നിന്റെ അടുത്തും ഇല്ലല്ലോ ഒന്നും തരാൻ. ഇങ്ങനെ തന്നെ വേണം. ഇത് അവള് മറ്റേ ഇതുണ്ടാക്കാൻ വേണ്ടി സാധനം ഉണ്ടാക്കി കടയിലേക്ക് സാധനം വാങ്ങിക്കാനുള്ള പൈസ അഡ്വാൻസ് കൊടുത്തേക്കണതാണ്. അളിയാ, ഞാൻ നാളെ എങ്ങനെയെങ്കിലും മറിച്ച് തരാളിയാ. എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം അളിയാ. താളിയാ എന്ന് പറഞ്ഞാലേ ഇത് പിന്നെ എടാ നാളെ തരുമോ? തരാളിയാ. കുറച്ച് പൈസ വരാനുണ്ടളിയാ. നിനക്കും പൈസ വരാണ്ട? അത് വേണ്ട. ആ വരാനുള്ള പൈസ എനിക്ക് വേണ്ട. നാളെ അല്ലാതെ നീ എനിക്ക് മറിച്ച് തരുമോ? തരാളിയാ. നാളെ മാമാക്ക് പെൻഷൻ കിട്ടും. തങ്കത്തിനോട് ഞാൻ നീ ഇങ്ങോട്ട് താളിയാ. തങ്കത്തിനോട് എന്ത് പറയുന്നുള്ളതാണ്? അളിയ തങ്കത്തിനോട് പറഞ്ഞാൽ മതി, കാര്യം പറഞ്ഞാൽ മതി. നിന്റെ ഭാര്യ തങ്കത്തിനോട് ഇത് പറയാനൊന്നും പറ്റൂല. എൻ്റെ ഭാര്യയൊക്കെ ശരി തന്നെ. പൈസയുടെ ഇടപാടിൽ ശരിയാവൂല. നീ ഒരു കാര്യം ചെയ്യും, നാളെ അളിയാ ഇത് മറിച്ച് തരണം. അളിയ തരാമെന്ന് ഞാൻ ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. തരാളിയാ. നാളെ തരാം ഞാൻ. നാളെ മാമയ്ക്ക് പെൻഷൻ കിട്ടും. നീ തന്നില്ലെങ്കിൽ, നീ മറിച്ച് തന്നില്ലെങ്കിൽ ഞാൻ മാമാരുടെ പേരിൽ ബക്കറ്റായിട്ടങ്ങ് ഇറങ്ങും. തരാളിയാ. ക്ലീറ്റോ. അതെ. മറ്റേ
അല്ല എന്താണ് ആ ഹോട്ടലിന്റെ പേര്? ഏത്? ഷാഹിദയോ? ആ ഷാഹിദ. അവരുടെ അവരെങ്ങാനും കണ്ടായിരുന്ന വഴിയിൽ വെച്ച്? ഇല്ല. എന്തേ? അല്ല, വിളിച്ചിട്ടും കിട്ടണില്ല. അവർ അഡ്വാൻസ് കൊണ്ട് തരാന്ന് പറഞ്ഞു. ഓർഡർ മറ്റന്നാളത്തേക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ? അഡ്വാൻസാ? ഈ ഇതിനൊക്കെ അഡ്വാൻസ് തരുമോ? അയ്യേ, ഇവിടെ അഡ്വാൻസ് ഒന്നും വാങ്ങാതെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുക. അപ്പം അതിനിടയ്ക്ക് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് പുതിയ നിയമമൊന്നും ഉണ്ടാക്കില്ല. അവർ തരാമെന്ന് പറഞ്ഞതാ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും? തരാമെന്ന് പറഞ്ഞെങ്കിൽ വാങ്ങണതിന് കുഴപ്പമില്ല. എന്നാൽ പിന്നെ പുറത്തോട്ട് എങ്ങനെ ഇറങ്ങുമ്പോൾ ആ കടയിലൊന്ന് കയറിക്കോ. ഞാൻ നോക്കട്ടെ, എനിക്ക് തിരക്കാണ്. സമയം കിട്ടുമെങ്കിൽ ഞാൻ നോക്കാം. എന്തോന്ന് ക്ലീറ്റോ, ഒന്ന് സഹായിക്കുക ക്ലീറ്റോ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നെ. എനിക്ക് വേണ്ടി മാത്രമൊന്നും അല്ല ഇത്. ആരുമില്ലേ ഇവിടെ? ഹലോ, ആരുമില്ലേ? ആ ചേട്ടനായിരുന്നു. പെട്ടെന്ന് വേണേ. കഴിഞ്ഞു ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാം. എടാ വാ, ഞാനെടുത്ത പോണ്ടേ? ഇത് അപ്പമാണേ. ഓ പിടിച്ചോ പിടിച്ചോ. നില്ല അത് കൊണ്ടുവച്ചിട്ട് വാ. ഇതെന്തുവാ? ഇത് മുട്ടക്കറി. ഓ ഇതോ? ഇത് ദോശ. പിടിച്ചോ. കടലയും കൂടി ഉണ്ട്. കടലയും കൂടെ ഉണ്ട്. ആ നില്ല്, അത് കൂടെ എടുത്തു. ഓ ഇത് ഞാൻ വെക്കാം. അത് കൊണ്ടുവച്ചിട്ട് വന്നോ? അത് കൊണ്ടുവച്ചിട്ട് വന്നോ? ഇത് 2000 ഉള്ളൂ. 2000 ആക്കി കൊടുത്തായിരുന്നു. ഞാൻ ക്ലീറ്റസിന്റെ വെളി വെച്ച് കണ്ടായിരുന്നു, കൊടുത്തായിരുന്നു പൈസ. പറഞ്ഞില്ലായിരുന്നു? മറന്നു പോയതായിരിക്കും പറയാം. നാളെ വരാം. നാളെ വരുമ്പോഴേ എല്ലാം എടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. താമസിക്കല്ലേ? ഇല്ല. ശരി. തങ്കം, നിന്റെ കയ്യിൽ നിന്ന് പൈസ താഴെ പേടി. 2000 രൂപ. ഇതിന്റെ ബാക്കി ഇവിടെ. ഇതിന്റെ ഏത് ബാക്കി? നിങ്ങളോട് ഇന്നലെ ഞാൻ ചോദിച്ചില്ലേ ആ കടയിൽ പോയായിരുന്നു, ഹോട്ടലിൽ പോയായിരുന്നു, ആളെ കണ്ടായിരുന്നു ചോദിച്ചില്ലേ? കണ്ടില്ല എന്നല്ലേ പറഞ്ഞത്? ഞാൻ ഹോട്ടലിൽ കഴിക്കാൻ പോയെന്നാണ് കേട്ടത്. ഹോട്ടലിൽ കഴിക്കാൻ പോണ കാര്യം അങ്ങനെയല്ലേ നീ പറഞ്ഞ? കണ്ടായിരുന്നു എന്നാ ചോദിച്ചല്ലേ? ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ ക്ലീറ്റോ? നീ എന്താണ് പറഞ്ഞു? എന്താണ് സംഭവിച്ചത്? കാശ് എവിടെ പോയി? അവർ അഡ്വാൻസ് ആണെന്നില്ലേ ക്ലീറ്റോന്റെ കയ്യില്? ഷേടാ, ഇത് അഡ്വാൻസ് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചൊന്നുമല്ല. അവരെന്റെ അടുത്ത് കൊണ്ട് അടിച്ചേപ്പിച്ച് 2000 രൂപ അതാ ഇത് അഡ്വാൻസ് ആയിട്ട് ഇരുന്നോട്ടെ. നിങ്ങൾ എന്നോട് പറഞ്ഞു വന്നിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണമെന്ന് ആലോചിച്ചത് മറന്നുപോയി. ഇതിനകത്ത് ആരാ പണി എടുക്കുന്നത്? ഇത് പണിയെടുക്കുന്ന ഇത് വലിയ ആരെങ്കിലും പൈസ മുടക്കിയതാരാ? അതെ, സംഭവം ഒക്കെ ശരിയാണ്. പക്ഷേ എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ പൈസ, ഈ പൈസ എവിടെ കൊണ്ടുവച്ചു? നിങ്ങള് അഡ്വാൻസ് മേടിച്ച പൈസ എന്ത് ചെയ്തു? അഡ്വാൻസ് ഒരു നിവൃത്തിയില്ലാത്ത ഒരാളിന് ചെറിയൊരു സഹായം ചെയ്തു. ആർക്ക്? നമ്മുടെ മറ്റേ അൻസാറില്ലേ, അവന്റെ മാമ. അൻസാറിന്റെ മാമ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മോനാണോ? അൻസാറിന്റെ മാമയ്ക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് ഞാൻ ആരാ? നിങ്ങളുടെ തങ്ക ഇങ്ങനെ ബഹളം വെക്കല്ലേ? ബഹളം വെക്കും. എന്റെ പൈസ എപ്പോ തരും നിങ്ങള്? ഒരു 2000 രൂപയുടെ കാര്യമല്ലോ, അത് തരുമല്ലോ. 2000 എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായില്ലല്ലോ. അതെ, ഒരു മനുഷ്യന് സാഹചര്യങ്ങൾ ഉണ്ടാവും. ഓരോ മനുഷ്യന് സാഹചര്യങ്ങൾ വരും. അതിപ്പോ എനിക്കും വരാം, നിനക്കും വരാം, ആർക്കും വരാം. ഇവിടെ എന്ത് സാഹചര്യം വന്നത്? എടിയാ, ഒരാളുടെ ആശുപത്രി കാര്യമാണ്, അയാൾ ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തു. കൈയും കാലും ഒടിഞ്ഞ ഇവിടെ ഒരു മനുഷ്യൻ കിടന്നാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കൂലല്ലോ. അൻസാറിന്റെ വീട്ടിലോട്ട് കൊണ്ടു കൊടുക്കാനുണ്ടായല്ലോ. നീ പറയണോ? അതെ, ഈ ഒരു പുതിയ സംരംഭം തുടങ്ങി നീ നെകളിക്കരുത്, കാണിക്കരുത് കേട്ടാ. പണി എടുക്കണതിന് വേദന അറിയാം. പണിയെടുക്കുന്ന വേദന ഉണ്ടെങ്കിൽ 2000 രൂപ പണി എടുക്കില്ല. പണി ഇല്ലാത്തവന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അത് നമ്മൾ സഹായിക്കും. പണി എടുക്കൂലാത്തവെന്ന് എന്നാ നീ അങ്ങനെ പറഞ്ഞോടി. മൈക്ക് വെച്ചിട്ട് വിളിച്ചു പറ. വിളിച്ചു പറയും. നിങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ അല്ലേ? ഒരു അഹങ്കാരം നോക്കണം. അതല്ലേ, പെണ്ണുങ്ങൾക്ക് വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവും പറയുന്നത് തെറ്റല്ല, ശരി തന്നെയാണ്. ഇങ്ങനെയുണ്ടാ നീ ലൈസൻസ് മുണ്ടാക്കും ഇല്ലാതെയാണ് ഈ പരിപാടി ഉണ്ടാക്കണം. എനിക്കറിയാം. വേണമെങ്കിൽ ഞാൻ ഇത് കൂട്ടിക്കും കേട്ടാ. ഞാൻ ചെയ്യും ചിലപ്പോ. 2000 രൂപയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ ആൾക്കാരെ എപ്പോഴും താറടിച്ച് കാണിക്കാന്ന് പറഞ്ഞ കനക ഒന്ന് വന്നേ. ജമന്തിനൊക്കെ കൂടി ഒന്ന് വിളിക്കാം. ജമന്തിനെ അമ്മാവനെയും വിളിക്കാൻ.
നീ എൻ്റെ അടുത്ത് കാര്യം പറ. ഇല്ല, എല്ലാരും വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. മാവാ ജപന്തേ മാവോ എന്തരാ അവളെവിടെ? നിങ്ങൾ ആദ്യമായിട്ട് ഇന്ന് കാണണോ? എന്തേ ആ എന്താണ് ഓടി പെണ്ണെ ചുമ്മാ ആവശ്യമില്ല. അവിടെ നിക്ക്. എന്താ? ഇനി ശ്രദ്ധിച്ച് കേട്ടോളണം, കണ്ടോളണം. കണ്ടില്ല കേട്ടില്ല എന്ന് ഇനി എന്നോട് പറയരുത്. എന്തേ കേട്ടല്ലോ? തങ്കം പൈസ മേടിച്ചാൽ തിരിച്ചു തരില്ല എന്നൊരു ഭാവം നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഞാൻ അന്ന് എത്ര രൂപ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത് കടം? എന്നാണ് പണ്ട് വല്ലാണോ അതോ? പണ്ടത്തത് ഞാൻ കണക്കിൽ കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കാറ്ററിംഗ് തുടങ്ങാൻ മേടിച്ചത് എത്രയാന്ന്? ഓ പണ്ടത്തെ അവിടെ ഇങ്ങോട്ട് ഇപ്പത്തെ തരാൻ പോകണ. നീ എത്ര രൂപ മേടിച്ചതെന്ന് പറ, ഓർമ്മയുണ്ടോ? 5000 രൂപ. എനിക്ക് എപ്പോഴും ഓർമ്മയാണല്ലോ. ആണല്ലോ. എണ്ണ എത്രയുണ്ടെന്ന് പറ. 1 2 3 തീർന്നല്ലോ. ആ കടം തീർന്നല്ലോ. അപ്പൊ ബാക്കി 4000? 1000 കടം തീർന്നില്ലേ? ഇനി 4000 അല്ലേ ഉള്ളൂ. അതെ. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് 1000 രൂപ വെച്ച് അങ്ങ് കൊടുത്ത് തീർക്കും. ആ പറച്ചു കേട്ടപ്പോ നീ ഇപ്പൊ മൊത്തം തരുമെന്ന്. മൊത്തം തന്നേനെ. എനിക്ക് വീട്ടിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ 1000 രൂപ പിടിക്കേ. നാളെ ഇതേപോലെ ഈ സമയമാകുമ്പോ 1000 രൂപ കൂടി കൊണ്ടുതരും. പിന്നെ വലിയ ജാടൊന്നും കാണിക്കണ്ട. വേണേ പൈസ വെച്ചോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നാ മതി. നമുക്ക് ഉറങ്ങാൻ പറ്റൂല മോനെ, കടം കിടന്നാ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ മേടിച്ചടാ. അപ്പൊ സഹായിച്ചു തന്നെ എനിക്കൊന്നുമില്ലേ? നീ രണ്ട് അപ്പം എടുത്ത് തിന്നു. തങ്കത്തിന്റെ ഞാൻ അന്ന് പറഞ്ഞല്ലോ, പൈസ മേടിച്ചാ കറക്റ്റ് ആയിട്ട് തിരിച്ചു തരുമെന്ന്. ഇത് മേടിച്ചത് തങ്കവാ, ക്ലീറ്റോ അല്ല. അതുകൊണ്ടൊരു സമാനമുണ്ട്. സൂക്ഷിച്ചൊക്കെ ചെലവാക്കാൻ. സൂക്ഷിച്ചൊക്കെ ചെലവാക്കാൻ. ഓ കൊണ്ടോ പുതിയ കച്ചവടം ഓർഡർ ആയിരിക്കും. 50 ഉണ്ണിയപ്പവും 80. ഹലോ, അതെ അതെ. ഇത് അനാവശ്യം പറയരുത് നിങ്ങള്. അങ്ങനെയൊന്നും പറഞ്ഞ കച്ചവടം നടക്കില്ല. മയത്തില് പറ. ഞാനല്ലേ ഉണ്ടാക്കിയത്. ഹലോ ഹലോ ഹലോ, അങ്ങനെ പറയല്ലേ. ഹലോ, ആര്? എന്താ ആരടി? രാവിലെ അപ്പം കൊണ്ടുപോയില്ലേ? കടക്കാരനാ? ആ എന്ത് എന്താ അനാവശ്യം പറഞ്ഞ? അനാവശ്യമല്ല. അയാള് പറഞ്ഞു പൈസ തിരിച്ചു കൊടുക്കാൻ. എന്തിന്? അപ്പത്തിന് അപ്പടി ഉപ്പൊന്ന്. നമ്മൾ ചോദിച്ചു നോക്കിയപ്പോ കറക്റ്റ് ഉപ്പായിരുന്നല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ അത് അങ്ങനെ വരുന്നത്? ആ കാശ് തരാണ്ടിരിക്കാൻ വല്ല കള്ളത്തരം പറയോ? അങ്ങനെ പറഞ്ഞു. അപ്പൊ തിരിച്ചു കൊണ്ടുവരാ. അവിടെ ഭയങ്കര പ്രശ്നം. നീ ഇത് എവിടെ വെച്ചാ ഉണ്ടാക്കിയത്? അടുക്കളയിൽ വെച്ച്. വേറെ ആരും വന്നില്ലല്ലോ ഇവിടെ? ഇല്ല, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ മാത്രം. നീ ഉണ്ടായിരുന്നു? അല്ല, ഇടയ്ക്ക് ഞാൻ അല്ല, അപ്പം കലക്കി വെച്ച പിന്നെ നീ എങ്ങനെ അറിയാതെ പോണ്ടെന്നിട്ടാ? അല്ല, നീ ദേഷ്യപ്പെടണ്ടടി. നീ രണ്ടാമത് ഇവിടെ ഇട്ടില്ലാന്ന് വിചാരിച്ചാൽ ഇട്ടോ? ഞാനൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഞാനൊന്ന് രുചിച്ച് നോക്കിയപ്പോ കറക്റ്റ് ഉപ്പായിരുന്നു. അനാവശ്യം പറയുന്നത്. പിന്നെ എങ്ങനെ ഉപ്പ് വന്ന്? എന്തെങ്കിലും കുരുത്തക്കട ഒപ്പിക്കുകയാണെങ്കിൽ ക്ലീറ്റോ ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ക്ലീറ്റോ ചെയ്യില്ല. കാരണം അവനും ഇത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. അവൻ തന്നെ പല ഓർഡറും പിടിച്ചിട്ടുള്ളതല്ലേ. എന്റെ പുറകില് അങ്ങനെ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസേ ഇവര് അഡ്വാൻസ് ക്ലീറ്റോന്റെ കയ്യിൽ വഴിയിൽ വെച്ച് കൊടുത്ത്. അതെന്നിട്ട് അൻസാറിന് മറിച്ചു കൊടുത്തപ്പോ ഇവിടെ കിടന്ന് ഞാൻ ബഹളം ഉണ്ടാക്കി. അപ്പത്തേനും പറഞ്ഞ് നിനക്ക് നീ അത്ര വലിയ അഹങ്കാരം ഒന്നും കാണിക്കണ്ട. എന്താണ് ലൈസൻസ് ഇല്ലാതെ അല്ലേ നീ ഇത് നടത്തിക്കൊണ്ട് പോണത്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? പൈസ തരാൻ നേരത്തെ നിന്നോട് ഞാൻ എന്താണ് പറഞ്ഞത്? നീ എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ക്ലീറ്റോ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ക്ലീറ്റോ അഡ്വാൻസ് മേടിച്ചിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എടാ, അത് 2 ദിവസത്തിനകം മടക്കി തരാന്നും പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലടാ കനക ഇവൻ നീ ക്ലീറ്റോ ഇങ്ങനെ പോയി മേടിച്ചത് പോട്ടെ. അവൻ പറഞ്ഞതാ സ്വന്തം ഭാര്യ എടുത്ത് പറയാ നിന്റെ ലൈസൻസ് ഇല്ല എനിക്ക്, നിന്നെ കേസ് ഇവിടത്തെ അവനോ ജോലി എടുത്ത് ജീവിക്കില്ല, മറ്റൊരു ജോലി എടുത്ത് ജീവിക്കുകയാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. വിളിച്ചേടാ നിന്റെ ഫോണിൽ നിന്ന്. വിളിക്ക്. നിന്നെ പറഞ്ഞാ മതി. നിന്നോട് ഞാൻ പറഞ്ഞതാണ്, അവൻ ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ ഈ പൈസ തന്നത്. കടക്കാരനോട് പറയാറുന്നില്ലടി എന്റെ കയ്യിൽ എന്നെ കാശ് തരണം, വേറെ ആർക്കും കൊടുക്കരുതെന്ന്. എന്റെ ഭർത്താവാണെന്നല്ലേ നാട്ടുകാർ മുഴുവൻ വിചാരിച്ചോണ്ടിരിക്കണത്. അത് പോട്ടെ, ഈ തെണ്ടിത്തരം കാണിച്ചാരാ? അവൻ എന്ത് വൃത്തിയുടെ പരിപാടി കാണിച്ചത്?
അവനായിട്ടാ ജോലിക്ക് പോവില്ല. ഇത് ഞാൻ ചോദിക്കും. ഇങ്ങോട്ട് വരട്ടെ. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുക, അവള് നോക്കുമ്പോ അതിനകത്തോട് ഉപ്പിട്ട് കലക്കുക. മനസാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പൊ ഈ ചെയ്തത്. നീ ഇപ്പോഴും മനസ്സിലായല്ലോ? അനുഭവിക്കടി, അനുഭവിക്കേ. നിനക്ക് മനസ്സിലായല്ലോ? ഇത്രയും നാളെ എനിക്ക് മനസ്സിലായല്ലോ അവനെ. ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പറയണ പോലെ ഞാൻ ചെയ്യും. നിങ്ങൾ പറയണ പോലെ ഞാൻ ചെയ്യും. പറഞ്ഞോ. വേണ്ടേട്ടാ, ക്ലീറ്റോ ചേട്ടനെ ആരും കുറ്റപ്പെടുത്തണം. വേണ്ട, കള്ളികൾ ഇവിടെ തന്നെ ഉണ്ട്. പറഞ്ഞു കൊടുക്കാം. നമ്മളിവിടെ കളിച്ചോണ്ടിരുന്നില്ലേ, ഇവള് പറഞ്ഞു ഇവൾക്ക് അപ്പം ചുടണോന്ന്. ഞാൻ അപ്പം ചൂടാൻ വേണ്ടി മാവ് എടുത്തപ്പോ എന്റെ കൈ എടുത്തോട്ട് ഉപ്പ് മാവി വീണമ്മ. കയ്യിലൊരു നയ പൈസ ഇല്ല. ഇതെന്തിനാ കൊച്ചു കരയണേ? ഒന്നുമില്ല. ആ, കളിക്കുമ്പോ വീഴാതെ കളിക്കണ്ടേ. കളിയോ? എല്ലാരും ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കണം. ഇത് 2000 രൂപ ഞാൻ എൻ്റെ ഭാര്യയുടെ കടം മറിച്ചതാണ്. ആ കടം ഞാൻ വീട്ടുകയാണ്. എല്ലാവരും കണ്ടല്ലോ അമ്മ, എല്ലാവരും കണ്ടല്ലോ. എന്റെ പറച്ചിലേട്ടാ നീ എന്തോ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. എടാ, ഞാൻ എൻ്റെ ഭാര്യയുടെ ചെറിയൊരു സാമ്പത്തിക ഇടപാട് അത് തിരിച്ചു കൊടുത്തതിന് നിങ്ങളൊക്കെ ഒന്ന് സാക്ഷി നിർത്തി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ സംഭവമൊന്നുമില്ല. ഇങ്ങനെയുണ്ടോ? ഇതേത് പൈസ? ഇതാണ് അൻസാറിന്റെ. അഡ്വാൻസ് കൊടുത്ത പൈസ അവൻ അൻസാറിന് കടം കൊടുത്തത് ഇപ്പൊ കിട്ടി. ശുദ്ധനവൻ. Alien versus Alien.